നമസ്കാരം. കർണാടകയിലെ ധർമ്മസ്ഥലയിലെ ദുരൂഹമരണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് സങ്കീർണമാകുന്നു. അരക്കോടിയിലേറെ രൂപ ചെലവിട്ട് നേത്രാവതി നദിക്കരയെ കുഴിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്നും അതിനാൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ചിലർ രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ ഒരു അറസ്റ്റ് വാർത്ത പുറത്തുവരികയാണ്. വ്യാജ വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ പേര് പുറത്തുവിട്ടു. സിആർ ചിന്നയ്യയാണ് ധർമ്മസ്ഥലയിലെ അജ്ഞാതനായ പരാതിക്കാരൻ. ഇയാൾക്കുള്ള എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം പിൻവലിച്ചു. വ്യാജ പരാതി നൽകൽ, അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് പുലരും വരെ ചോദ്യം ചെയ്ത ശേഷമാണ് ഈ നടപടി. ബെൽത്തങ്കടി SIT ഓഫീസിലാണ് ഇയാൾ നിലവിലുള്ളത്. ഇതിനിടെ കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്ര പരിസരത്തു നിന്നും 2003 കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാനം നുണക്കഥയാണെന്ന് അനന്യ ഭട്ടിന്റെ അമ്മയെന്ന് അവകാശപ്പെട്ട രംഗത്തെത്തിയ സുജാത ഭട്ടിന്റെ വെളിപ്പെടുത്തൽ. തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തതെന്നുമാണ് സുജാത ഭട്ട് ഒരു ചാനലിനോട് പ്രതികരിച്ചത്. ഗിരീഷ് മട്ടന്നവറും T ജയന്തും പറഞ്ഞതുകൊണ്ടാണ് താൻ കള്ളം പറഞ്ഞത്. ദയവായി എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു തെറ്റുപറ്റി. ധർമ്മസ്ഥലയോടും കർണാടകയിലെ ജനങ്ങളോടും രാജ്യത്തെ ജനങ്ങളോടും താൻ ക്ഷമ ചോദിക്കുന്നു. ഈ വിവാദം അവസാനിപ്പിച്ച് സമാധാനപരമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞു. ദയവായി ഈ വിവാദത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് ഇവർ പ്രതികരിച്ചത്. സുജാതയ്ക്ക് മകളില്ലെന്നും വാസ്തവവിരുദ്ധമായ കാര്യമാണ് അവർ പറയുന്നതെന്നും സഹോദരൻ പ്രതികരിച്ചിരുന്നു. അവർ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വിട്ടുപോയതാണ്. 40 വർഷത്തിനിടയിൽ അത്യപൂർവമായി ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല. 1 വർഷം മുൻപ് വീട്ടിൽ വന്നു. ബംഗളൂരുവിലാണ് താമസമെന്നും ഇപ്പോൾ കോടീശ്വരിയാണെന്നും പറഞ്ഞു. അപ്പോൾ പോലും മകളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സുജാത ഭട്ടിന് നോട്ടീസ് നൽകിയിരുന്നു. ബെൽത്തങ്ങാടിയിലെ SIT ഓഫീസിൽ ഹാജരാകുവാനും മകൾ അനന്യ ഭട്ടുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുവാനും SIT അവരോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് വെളിപ്പെടുത്തൽ. തന്റെ മകൾ അനന്യ ഭട്ട് ബംഗളൂരുവിലും മണിപ്പാലിലും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നുവെന്നാണ് സുജാത ഭട്ട് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങളിലെ ഔദ്യോഗിക രേഖകളിലൊന്നും അനന്യ ഭട്ടിന്റെ പേരിൽ അഡ്മിഷൻ രേഖകൾ നിലവിലില്ലെന്ന് SIT കണ്ടെത്തി. പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഒരു ഫോട്ടോ അല്ലാതെ അവർ ജീവിച്ചിരുന്നതിന് മറ്റൊരു തെളിവും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. സുജാത ഭട്ട് അവരുടെ കാണാതായ മകളുടേതെന്ന് അവകാശപ്പെടുന്ന ഫോട്ടോയിലുള്ളത് അനന്യ ഭട്ടല്ല, മറിച്ച് സുജാത പ്രണയബന്ധത്തിലായിരുന്ന രംഗപ്രസാദ് എന്നയാളുടെ മരുമകൾ വാസന്തിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2005 വരെ ശിവമോഗയിലെ റിപ്പൺപേട്ടിൽ പ്രഭാകർ ബാലികയ്ക്കൊപ്പമാണ് സുജാത താമസിച്ചിരുന്നത്. പിന്നീട് അവർ മംഗളൂരുവിലേക്ക് താമസം മാറിയെന്ന് രംഗപ്രസാദ് എന്ന വ്യക്തിയുമായി പ്രണയബന്ധത്തിലായതായും പറയുന്നു. BEL ജീവനക്കാരനാണ് രംഗപ്രസാദ്. ഭാര്യ മരിച്ചതിനു ശേഷം ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ശ്രീവത്സ എന്ന മകനും ഒരു മകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇരുവരും വിവാഹിതരാണ്. രംഗപ്രസാദിന്റെ മകൻ ശ്രീവത്സയും മരുമകൾ വാസന്തിയും കൊങ്കേരിയിലെ അവരുടെ വീട്ടിൽ താമസിച്ചിരുന്നപ്പോൾ സുജാത ഒരു സഹായിയായി രംഗപ്രസാദിന്റെ വീട്ടിൽ വരികയായിരുന്നു. പിന്നീട് അവർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. രംഗപ്രസാദിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ മകൻ ശ്രീവത്സയെയും മരുമകളെയും കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഭർത്താവ് ശ്രീവത്സയിൽ നിന്ന് വേർപിരിഞ്ഞ കുടകിലുള്ള മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങിയ വാസന്തി 2007 സംശയാസ്പദമായ സാഹചര്യത്തിൽ മരിച്ചു. ഭാര്യയുടെ മരണശേഷം മദ്യപാനം മൂലം ശ്രീവത്സയുടെ ആരോഗ്യം ക്ഷയിച്ചു. ഇത് അവരുടെ കുടുംബ സ്വത്തിന്മേൽ നിയന്ത്രണം ഉറപ്പിക്കുവാൻ സുജാതയെ സഹായിച്ചു. ഒടുവിൽ സുജാത ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ വഴി രംഗപ്രസാദിന്റെ വീട് വിറ്റു. കിടപ്പിലായ ശ്രീവത്സ വാടക വീട്ടിലേക്ക് താമസം മാറി. അതേസമയം രംഗപ്രസാദിന് വീടില്ലായിരുന്നു. ശ്രീവത്സ 2015 മരിച്ചു. കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞ രംഗപ്രസാദ് ഈ വർഷം ജനുവരി 12 മരിച്ചു. പിന്നീട് സുജാത 20 ലക്ഷം രൂപയുടെ വീട് മാറുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മലയാളിയായ JNT, ഗിരീഷ് മട്ടന്നവർ എന്നിവരാണ് തന്നെ കള്ളം പറയിപ്പിച്ചതെന്നാണ് സുജാത പറയുന്നത്. തന്റെ കുടുംബസ്വത്ത് ക്ഷേത്രത്തിന് നൽകിയതുമായി ബന്ധപ്പെട്ട് തനിക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. ആ സമയത്താണ് ഇത്തരം ഒരു കാര്യം പറഞ്ഞ് ജയനും ഗിരീഷും തന്നെ സമീപിച്ചത്. പിന്നീട് ഇവരുടെ നിർദ്ദേശപ്രകാരം മകളെ കാണാനില്ലെന്ന് കള്ളം പറഞ്ഞെന്നും സുജാത ഭട്ട് കന്നഡയിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ ചെയർമാൻ മഹേഷ് തിമ്മാരോടി അറസ്റ്റിലായി. ഉടുപ്പി ബ്രാഹ്മവർ പോലീസായിരുന്നു ഉജ്ജിയരയിലെ ഈ വീട്ടിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തത്. BJP നേതാവ് BL സന്തോഷിനെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിനെ തുടർന്നായിരുന്നു ഈ ഒരു നടപടിയുണ്ടായത്. ചോദ്യം ചെയ്യലോടെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. ഹാജരാകാതിരുന്നതോടെയാണ് പോലീസ് തിമ്മോരോഡിയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം തന്റെ അറസ്റ്റിന് പിന്നിൽ ഗൂഢാലോചനയെന്നാണ് തിമ്മരോഡി പ്രതികരിച്ചത്. ധർമ്മസ്ഥലയിലെ SIT അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കമാണെന്നും തിമ്മരോഡി പ്രതികരിച്ചിരുന്നു. ഇതിനിടെ തന്നെ ധർമ്മസ്ഥലയിലെ ശവസംസ്കാരം സംബന്ധിച്ച് വെളിപ്പെടുത്തൽ അന്വേഷിക്കുവാൻ കർണാടകയിൽ സർക്കാർ രൂപീകരിച്ച പ്രത്യേക സംഘത്തിൽ വിശ്വാസവും പ്രതീക്ഷയുമുണ്ടെന്ന് ധർമ്മസ്ഥലയിലെ ധർമാധികാരി ഡോക്ടർ D. വീരേന്ദ്ര ഹെഡ്ഗ, MP മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DM ശിവകുമാറും ഇത് സംബന്ധിച്ച് നടത്തിയ പ്രസ്താവന സ്വാഗതം ചെയ്ത ഹെഡ്ഗെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. തനിക്കും ധർമ്മസ്ഥല സ്ഥാപനത്തിനുമെതിരെ ചുമത്തിയ കൂട്ട ശവസംസ്കാരങ്ങളും മറ്റ് ആരോപണങ്ങളും നിഷേധിക്കുന്നു. അവ തികച്ചും അടിസ്ഥാനരഹിതവും ധാർമ്മികവുമായി തെറ്റുമാണ്.
ധർമ്മസ്ഥലയ്ക്കെതിരായ പ്രചാരണം അസൂയയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ക്ഷേത്രത്തിന്റെ പ്രശസ്തിക്കും ഭക്തരുടെ വിശ്വാസത്തിനും കോട്ടം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണിതെന്ന് വീരേന്ദ്ര ഹെഗ്ഡെ കൂട്ടിച്ചേർത്തു. ആരോപണങ്ങൾ തന്നെയും തന്റെ ഭക്തരെയും വല്ലാതെ വേദനിപ്പിച്ചു. ക്ഷേത്രത്തിൽ ഇപ്പോഴും വലിയ വിശ്വാസം അർപ്പിക്കുന്നവരാണവർ. പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം അപ്പോൾ തന്നെ സ്വാഗതം ചെയ്തിരുന്നു. വ്യാജ പ്രചാരണങ്ങൾ സൃഷ്ടിച്ച ആശയക്കുഴപ്പം നീക്കുവാൻ നീതിയുക്തമായ അന്വേഷണത്തിന് മാത്രമേ കഴിയൂ. എല്ലാം ശരിയായി അന്വേഷിച്ചാൽ സത്യം പുറത്തുവരും, സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും. 13 വർഷം മുൻപ് PUC വിദ്യാർത്ഥിനി സൗജന്യയുടെ മരണത്തിൽ നടന്ന CBI അന്വേഷണം ഉൾപ്പെടെ മുൻകാലങ്ങളിൽ നടന്ന എല്ലാ അന്വേഷണങ്ങളുമായും ധർമ്മസ്ഥല പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഒന്നും മറച്ചുവെച്ചിട്ടില്ല. ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും രേഖകളും നടപടികളും അന്വേഷണത്തിന് തുറന്നിരിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും 100-ലധികം മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ തന്നെ നിർബന്ധിച്ചുവെന്നും അവയിൽ പലതിലും ലൈംഗിക അതിക്രമത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പാവപ്പെട്ട യാചകരെ കസേരകളെ കെട്ടിയിട്ട് തൂവാല കൊണ്ട് ശ്വാസം മുട്ടിക്കുന്നത് കണ്ടതായും പ്രധാന പരാതിക്കാരൻ ആരോപിച്ചിരുന്നു. 2025 ഓഗസ്റ്റിലെ മറ്റൊരു പരാതിയിൽ 15 വർഷങ്ങൾക്ക് മുൻപ് ഒരു മൃതദേഹം സംസ്കരിക്കുന്നത് താൻ കണ്ടതായി ഒരു പ്രാദേശിക ആക്ടിവിസ്റ്റ് ആരോപിച്ചു. 2012 ഒരു കൗമാരക്കാരുടെ കൊലപാതകത്തെ തുടർന്ന് നടന്ന പ്രകടനങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക കുടുംബങ്ങളുടെയും രാഷ്ട്രീയ ഗ്രൂപ്പുകളുടെയും പ്രതിഷേധങ്ങൾക്ക് ക്ഷേത്രം വളരെ കാലമായി വിഷയമായിട്ടുണ്ട്. 1980-കൾ മുതൽ ധർമ്മസ്ഥല ക്ഷേത്രം പ്രാദേശിക കുടുംബങ്ങളുടെയും രാഷ്ട്രീയ സംഘടനകളുടെയും നേതൃത്വത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ശവസംസ്കാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് തന്നെ പ്രതിഷേധങ്ങൾ നടക്കുന്ന ഒരിടമാണ്. പലപ്പോഴും രാഷ്ട്രീയ വ്യക്തികളുടെ അടിച്ചമർത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയതിനെ തുടർന്ന് 2012 വീണ്ടും പ്രതിഷേധങ്ങൾ ഉയർന്നു. പോലീസും കർണാടകയിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വകുപ്പും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനും അവരുടെ കേസ് അന്വേഷിച്ചു. കുറ്റവാളി ക്ഷേത്രത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അവരുടെ കുടുംബം ആരോപിച്ചു. പ്രതിക്കെതിരെ തെളിവില്ലെന്ന് കണ്ടെത്തിയ CBI പ്രത്യേക കോടതി 2023 അവരെ കുറ്റവിമുക്തരാക്കി. പരാതിക്കാരന്റെ കുടുംബം മറ്റൊരു CBI അന്വേഷണം ആവശ്യപ്പെട്ടു. എന്നാൽ കർണാടക ഹൈക്കോടതി അപേക്ഷ നിരസിച്ചു. 2016 വരെ ധർമ്മസ്ഥലയ്ക്ക് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. 2025 ജൂലൈ 3 ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ മുമ്പ് ശുചിത്വ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന 48 വയസ്സുള്ള ഒരാൾ 1995-നും 2014-നും ഇടയിൽ 100 കണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിക്കുവാൻ നിർബന്ധിതനായി എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.